മഴക്കാലത്ത് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ബിസിനസ്സാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വീടുകളിലും വലിയ കെട്ടിടങ്ങളിലും ടെറസുകളിലും കുളിമുറികളിലും അതുപോലെ തന്നെ ഫൗണ്ടേഷനുകളിലുമൊക്കെ വെള്ളം കടക്കാതെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇതിന് സാധാരണയായിട്ട് വിവിധതരം ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പഴയ വീടിലെ ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾക്ക് മുൻകൂട്ടി ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഈ ഒരു ബിസിനസ്സിന് വലിയ ഡിമാൻഡാണുള്ളത്. കാരണം കേരളത്തിലെ കാലാവസ്ഥയും നിരന്തരമായിട്ടുള്ള ഒരു മഴയും കാരണം ഈ സേവനങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട്. പ്രധാനമായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് ലിക്വിഡ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രൻസ്, ബിറ്റുമിനസ് കോട്ടിംഗ്, സിമന്റ് കോട്ടിംഗ്, ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് കെമിക്കൽസ്, PU സീലൻസ് എന്നിവയൊക്കെയാണ്. ലിക്വിഡ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രൻസ് എന്ന് പറയുന്നത് ഒരു ദ്രാവരൂപത്തിൽ കിട്ടുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നമാണ്. ടെറസുകളിലും ബാത്റൂമുകളുടെ ഏരിയയിലുമൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ സിമന്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് സിമന്റും ചെറുതായിട്ടുള്ള കെമിക്കൽസിൻ്റെയും ഒക്കെ ഒരു മിശ്രിതമാണ്. വെള്ളം ചോർച്ചയുള്ള ഭാഗങ്ങളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രതിരോധം അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ബിറ്റുമിനസ് കോട്ടിംഗ് എന്ന് പറയുന്നത് പിച്ച് പോലെയുള്ള കറുത്ത നിറത്തിലുള്ള ഒരു മിശ്രിതമാണ്. ഫൗണ്ടേഷൻസിലും ലോഹത്തിലും ഒക്കെ വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മതിലുകളിൽ സീമുകൾ, ചെറിയ വിടവുകൾ, ക്രാക്കുകൾ എന്നിവയിലൂടെയൊക്കെ ഉള്ള വെള്ളം ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നത്. ടൈലുകളിലും സീമുകളിലും ജോയിന്റുകളിലും ഒക്കെയുള്ള ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ടാണ് PU സീലന്റുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1-2 തൊഴിലാളികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വാട്ടർ പ്രൂഫിംഗ് കെമിക്കലുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചോർച്ച കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ രീതികളെ പറ്റിയും അവർക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളെ ജോലിക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അവരെ ജോലിക്ക് എടുത്തതിന് ശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുകയോ ചെയ്യുക. നിങ്ങളുടെ പ്രദേശത്തുള്ള ഹോൾസെയിൽ ഡീലേഴ്സിനെയൊക്കെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കെമിക്കലുകൾ എടുത്തു വെക്കാവുന്നതാണ്. വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ഇത്തരം ബ്രാൻഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ സ്റ്റോക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അതിനു മുമ്പ് ചെറിയ രീതിയിലൊക്കെ സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് നോക്കിയാൽ ഇതിൽ ഏറ്റവും ചെറിയൊരു ജോലി എന്ന് പറയുന്നത് ബാത്റൂം ചോർച്ചകളൊക്കെ തടയുന്ന വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസും ടൂൾസും ഒക്കെ ചിലവ് കുറവായതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റാണ് കിട്ടുന്നത്. 1000 മുതൽ 2000 രൂപ വരെയൊക്കെയാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇനി ടെറസിലെയും ബേസ്മെൻറ്റിലെയും ഒക്കെ വർക്കുകളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വലിയ വർക്കുകളാണ്. ഇതിൽ നമ്മൾ കൂടുതൽ കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമാണ്, അതുപോലെ നല്ല ടൈമും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5000 മുതൽ 10000 രൂപ വരെയാണ്. ഇനി ഇതുപോലെ തന്നെ ഫ്ലാറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഓഫീസ് കെട്ടിടങ്ങളിലും ഒക്കെയുള്ള വലിയ ജോലികളുണ്ട്. ഇവയ്ക്ക് മെറ്റീരിയലുകളും അതുപോലെ തന്നെ തൊഴിലാളികളും ഒക്കെ കൂടുതൽ ആവശ്യമാണ്. ഇപ്പോൾ വലിയ റേറ്റിൽ കൊട്ടേഷൻ എടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 30,000 മുതൽ 2 ലക്ഷം വരെ ഇതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസ്സുകൾ പൊതുവെ 30% മുതൽ 60% വരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നവയാണ്. ചെറിയ വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ശതമാനം കുറവായിരിക്കും. വലിയ ജോലികളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഒരു മാസത്തിൽ നിങ്ങൾക്ക് 10 മുതൽ 15 വരെ പ്രോജക്റ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഇതിൽ നിന്നും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലും നിങ്ങൾക്കിത് ആരംഭിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വലിയ ബ്രാൻഡുകളൊക്കെ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ടൂൾസുകളും മറ്റു ഉപകരണങ്ങളും ഒക്കെ വാങ്ങുന്നതിന് ഒരു 30,000 രൂപ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ കെമിക്കൽസ് സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 40,000 രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 5-6 തരം കെമിക്കൽസ് സ്റ്റോക്കായിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും വേണ്ടിയിട്ട് ഒരു 20,000 രൂപ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൊത്തം ചിലവെന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഈ ചിലവുകൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് പരിചയപ്പെടുത്തിയത്. ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.